സ്വാമി സച്ചിദാനന്ദയ്ക്ക് മറുപടിയുമായി പന്തളം കൊട്ടാരം. പന്തളം കൊട്ടാരത്തിലെ സ്ത്രീകളാരും ശബരിമലയിൽ കയറിയിട്ടില്ല. തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്. ആചാരങ്ങൾ പാലിച്ചു വേണം ശബരിമലയിലേക്ക് പോകുവാൻ. ഭക്തരായവർ ആചാരം പാലിക്കുമല്ലാത്തവർക്ക് മാത്രമാണ് പ്രശ്നമുള്ളത്. മണ്ഡലകാലമല്ല, ഏതു സമയത്ത് പോയാലും ആചാരങ്ങൾ പാലിച്ചു തന്നെ പോകണം. ശബരിമല വിനോദസഞ്ചാര കേന്ദ്രമല്ലെന്നും പന്തളം രാജകുടുംബാംഗങ്ങൾ. പന്തളത്ത് കൊട്ടാരത്തിൽ നിന്ന് ഒരു സ്ത്രീകളും ഇതുവരെ പോയിട്ടില്ല. ഇതൊക്കെ വെറും ഒരു നമുക്ക് തെറ്റായ രീതിയിലുള്ള മെസ്സേജസാണ്. അതൊരിക്കലും സംഭവിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ഈ മണ്ഡലക്കാലമായാലും ഏത് സമയത്തായാലും അവർക്ക് ഈ ഇടയിലുള്ള പ്രായമുള്ള 50-50 ഇടയിൽ പ്രായമുള്ളവർക്ക് അനുമതി കൊടുക്കരുതെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അത് നമ്മുടെ ആചാരത്തിന് വിരുദ്ധമാവും. ഇതൊരു ആചാരം ഇപ്പോൾ ഉണ്ടാക്കിയ ആചാരമല്ല. സാധാരണ ഭക്തിയുള്ള ഒരു സ്ത്രീക്കും ആവശ്യമില്ല. അല്ലാത്തവർക്കുണ്ടാവും എനിക്ക് പോയേ പറ്റുള്ളൂ. ഇതൊരു എന്താ പറയുക, ഒരു ചലഞ്ചിങ് അല്ലെങ്കിൽ അവിടെ ഒരു നമുക്ക് സൈറ്റ് സീയിങ്ങിന് വേണ്ടി പോകുന്നതല്ലല്ലോ. ഇത് നമുക്ക് പാലിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായ പ്രതിയെടുക്കണം. ഈ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഇതിലൊന്നും പോകാതിരിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്വാമീശ്വരൻ മിഥുൻ മുരളി ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. മിഥുൻ, എന്തായാലും പന്തളം കൊട്ടാരം സ്വാമി സച്ചിദാനന്ദ ഉന്നയിച്ച ആരോപണങ്ങൾ പാടെ നിരാകരിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ആചാരങ്ങൾ പാലിച്ച് മാത്രമേ ശബരിമലയിലേക്ക് പോകാൻ സാധിക്കൂ എന്ന് പന്തളം രാജകുടുംബത്തിൻ്റെ പ്രതിനിധി അറിയിച്ചിട്ടുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മിഥുൻ ഇദ്ദേഹം പറഞ്ഞത്? നമ്പർ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശിവഗിരി മഠം അധ്യക്ഷൻ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ആ പ്രതികരണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് പന്തളം കൊട്ടാരം. പ്രധാനമായും ശബരിമലയുമായി ബന്ധിപ്പിച്ചുകൊണ്ട്, പന്തളം കൊട്ടാരത്തെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് സ്വാമി സച്ചിദാനന്ദ ചില പ്രതികരണങ്ങൾ നടത്തിയത്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകുകയാണ് പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റ് എൻ ശങ്കർ വർമ്മ രാജതമ്പുരാൻ. പന്തളം കൊട്ടാരവും ശബരിമലയും ബന്ധിപ്പിച്ചുകൊണ്ട് സ്വാമി സച്ചിദാനന്ദയുടെ ഭാഗത്തു നിന്ന് തീർത്തും തെറ്റായ പരാമർശങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധി പറയുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്, സ്വാമി സച്ചിദാനന്ദയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണം എന്ന് പറയുന്ന വാദത്തിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം നിരത്തിയ ചില കാര്യങ്ങൾ പന്തളം കൊട്ടാരത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, രാജകൊട്ടാരത്തിലെ ചെറുപ്പക്കാരായ സ്ത്രീകൾ ഒട്ടേറെ തവണ ശബരിമല പ്രവേശനം നടത്തിയിട്ടുണ്ട്, ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത്. ഇക്കാര്യത്തിനാണ് കൃത്യമായിട്ടുള്ള മറുപടി പന്തളം കൊട്ടാരം രാജപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. തീർത്തും തെറ്റായ കാര്യമാണ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത്. ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്, തീർത്തും അടിസ്ഥാനരഹിതമാണ്. അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അനുവദനീയമല്ലാത്ത കാര്യമാണ് ഈ പറഞ്ഞത്. ആചാരവിരുദ്ധമാണ്, തെറ്റായ കാര്യമാണ് സ്വാമി പറഞ്ഞതെന്ന് പന്തളം കൊട്ടാരം രാജപ്രതിനിധി ആവർത്തിച്ചു പറയുന്നു. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് സ്വാമി പറയുന്നത്. അത് ശരിയായ രീതിയല്ല. ഇത്തരത്തിലുള്ള പരാമർശങ്ങളിൽ നിന്നും പിന്മാറണം എന്നുള്ള കാര്യമാണ് പന്തളം കൊട്ടാരം അറിയിക്കുന്നത്. കൊട്ടാരത്തിൽ നിന്നും ഏതെങ്കിലും സ്ത്രീകൾ ശബരിമലയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് 50 വയസ്സിനുള്ള മുകളിലുള്ള സ്ത്രീകൾ ആചാരപരമായാണ് പോയിട്ടുള്ളത്. അല്ലാതെ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ ആരും തന്നെ സ്വാമി സച്ചിദാനന്ദ പറയുന്നത് പോലെ ശബരിമലയിൽ പ്രവേശനം നടത്തിയിട്ടില്ല. തീർത്തും തെറ്റായ കാര്യമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായത്. അത് പ്രചരിപ്പിക്കരുത്, വസ്തുതാരഹിതമാണ്, വ്യാജ പ്രചാരണം പാടില്ല എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലകാലത്തിന് അല്ലാതെ തന്നെയുള്ള സമയത്ത് ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ വിധേയമാവുന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം, യുവതി പ്രവേശനം വേണം എന്നുള്ള ഒരു നിലപാട് സ്വാമി സച്ചിദാനന്ദയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിനും കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുന്നുണ്ട് പന്തളം കൊട്ടാരം പ്രതിനിധി. മണ്ഡലകാലത്ത് നിന്നല്ല, ഒരു സമയത്തും ശബരിമലയിൽ യുവതികൾക്ക്, അത് പ്രത്യേകിച്ച് ആചാരപരമായി 10-50 ഇടയിലുള്ള സ്ത്രീകൾക്ക് പ്രവേശനം പാടില്ല. അത് ഒരു സമയത്തും പാടുള്ള കാര്യമല്ല. ഭക്തർ ഒരു കാരണവശാലും, ശബരിമല ഭക്തർ ഈ കാര്യത്തെ പിന്തുണയ്ക്കുകയില്ല. ആചാരപരമായി വിശ്വാസപരമായി തന്നെയാണ് അവർ ശബരിമലയിൽ പ്രവേശനം നടത്തുകയുള്ളൂ, ദർശനം നടത്തുകയുള്ളൂ. ഇനി വിശ്വാസികൾ അല്ലാത്ത ആളുകൾക്കായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്തുണ പറയുക, അറിയിക്കുക. എന്തായാലും ഈ രണ്ട് കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്വാമി സച്ചിദാനന്ദയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന 2 പരാമർശങ്ങൾ, അതിൽ ഒന്ന് പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു, മറ്റൊന്ന് ശബരിമലയിൽ സ്ത്രീകൾക്ക് തിരക്ക് കുറയുന്ന സമയത്ത് പ്രവേശനം അനുവദിക്കണം എന്നുള്ള കാര്യവുമായിരുന്നു. ഇതിന് രണ്ടിനും കൃത്യമായിട്ടുള്ള മറുപടി നൽകുകയാണ്. ആദ്യ പരാമർശം പൂർണ്ണമായും നിരാകരിക്കുന്നു, തള്ളുന്നു. ശബരിമലയിലേക്ക് പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഒരു സ്ത്രീയും 10-50 ഇടയ്ക്ക് പ്രായമുള്ള ഒരു യുവതിയും പ്രവേശനം നടത്തിയിട്ടില്ല. വ്യാജ പ്രചാരണമാണ്. അത്തരം പ്രചാരണങ്ങളിൽ നിന്ന് പിന്മാറണം എന്നുള്ള കാര്യം പറയുന്നു. വിനോദസഞ്ചാര കേന്ദ്രമല്ല, കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് ഉള്ള സ്ഥലമല്ല ശബരിമല. അത് ഭക്തിയുടെ, വിശ്വാസത്തിന്റെ കേന്ദ്രമാണ്. സ്വാമി സച്ചിദാനന്ദയ്ക്ക് മറുപടിയുമായി പന്തളം കൊട്ടാരത്തിലെ സ്ത്രീകളാരും ശബരിമലയിൽ കയറിയിട്ടില്ല. തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്. ആചാരങ്ങൾ പാലിച്ചു വേണം
ശബരിമലയിലേക്ക് പോകുവാനെന്നും പന്തളം രാജ കുടുംബത്തിൻ്റെ പ്രതിനിധി മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.